നിങ്ങൾ ഈ കാണുന്ന മിറർ അടിവശത്ത് ഒരു തെർമോകോളിന്റെ പീസും ഒരു കാർബോണിന്റെ പീസും ഒക്കെ വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഫിറ്റിങ്ങിൽ വന്ന ഒരു ഫാൾട്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം. മേലെ കാണുന്ന ആ രണ്ട് സപ്പോർട്ടിന്റെ മേലെ ഇതിപ്പോൾ ഹാങ് ചെയ്ത് നിൽക്കുകയാണ്. അടിയിൽ യാതൊരു പിടുത്തവുമില്ല. നമ്മളിത് മുകൾ ഭാഗം അയച്ചിട്ട് നല്ല രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അടിയിൽ തെർമോകോൾ വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് അയച്ചെടുത്തിട്ടുണ്ട്. മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റീലിന്റെ അതിന്റെ ബേസ് അവിടെ നല്ല രീതിയിൽ ഫിക്സ്ഡ് ആണ്. ഞാൻ ഈ ഗ്ലാസിന്റെ മേലിൽ നിന്ന് അയച്ചിട്ട് ഈ ഗ്ലാസ് താഴെ ഇറക്കിയിട്ടുണ്ട്. ഇനി അടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം അവിടെയാണ് ഇതിന്റെ ഫാൾട്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഗ്ലാസ് മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാം. ആദ്യം ഗ്ലാസിന്റെ അടിവശം ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ ചുമരിൽ ഫിക്സ് ചെയ്ത സ്ക്രൂ ഉൾപ്പെടെ പറഞ്ഞു പോന്നിട്ടുണ്ട്. ഇതിലൂടെ പ്ലഗ് ഉണ്ട്, ഇതിന് പ്ലഗ് കാണുന്നില്ല. ഇനി നമുക്ക് ഇത് ഹോൾ ചെയ്ത സ്ഥലത്തെ അവസ്ഥയോടെ അടിവശം ഒന്ന് ജസ്റ്റ് കാണാം. ഇവിടെ നിങ്ങൾ നോക്കുക, ശരിക്ക് പ്ലഗ് ചെയ്ത ഭാഗത്ത് നിന്ന് ആ കുമ്മായം പൊടിഞ്ഞു പോയതാണിത്. രണ്ട് കല്ലിൻ്റെ ഗ്യാപ്പിൽ വരുന്ന കുമ്മായത്തിൽ കറക്റ്റ് ഹോൾ വന്നുകൊണ്ടാണ്. ഇത് ശരിക്ക് കുറച്ച് പൊക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. രണ്ട് സൈഡിലും ഇങ്ങനെയാണ് അടിവശം പോയിട്ടുള്ളത്. എനിക്കിപ്പോൾ ഇത് നിലവിൽ സിമെൻറ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ പ്ലഗ് സെറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാലേ മാറുകയുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ ടൂൾസോ ഡ്രില്ലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എന്തായാലും ഇവിടെ സിമെൻറ്റ് ഇട്ട് നല്ല രീതിയിൽ പ്ലഗ് സെറ്റ് ചെയ്തിട്ട് അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഇതാദ്യം നിന്ന ഒരു മാർക്കാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിൻ്റെ പുറത്തൂടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നല്ല രീതിയിൽ പെൻസിലിനോടൊരു മാർക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മാർക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ പ്ലഗ് സെറ്റ് ചെയ്യാന്നുള്ള. ഈ ഹോളിന് കണക്കായിട്ട് ഇതിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ സിമെൻറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ പ്ലഗ് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മിറർ ഫിറ്റ് ചെയ്യാം. ഞാൻ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ തന്നെ നല്ല സ്ട്രോങ്ങിൽ സിമെൻറ്റും സാൻഡും വെച്ചിട്ടിവിടെ പ്ലഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അത് സെറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയും. പ്ലഗ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട്. നല്ല രീതിയിൽ അത് ചെത്തി ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ സെറ്റ് ചെയ്തെടുക്കാം രണ്ടും. ഈ ഒരു രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇത് കംപ്ലൈൻ്റ് ആവാനുള്ള കാരണം ഏകദേശം ഫ്ലോറിൽ നിന്ന് 8 ഇഞ്ച് വരുന്ന കറക്റ്റ് പോയിന്റിലാണ് ഇതിൻ്റെ ഹോള് വന്നത്. കുമ്മായം വരുന്ന സ്ഥലത്താണ് ഇത് പ്ലഗ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പൊക്കിയിട്ട് കല്ലിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഹോൾ ചെയ്യുക. അതുപോലെ മുകൾ ഭാഗം അങ്ങനെ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുമ്പം കല്ലിൽ ഹോള് വരുന്ന രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്യുക. ഇനി ഇഷ്ടികയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടികയിൽ ഹോള് വരുന്ന രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്താൽ സംഭവം സെറ്റായിരിക്കും. ഇനി നമുക്ക് മിറർ സെറ്റ് ചെയ്യാം. മിറർ ഞാനിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടെ പൊക്കി വെക്കണമായിരുന്നു. അവർ വെച്ചത് ആ സ്കേട്ടിങ്ങിൻ്റെ തൊട്ട് മുകളിൽ തന്നെ കറക്റ്റ് 8 ഇഞ്ചിലാണ് താഴെ വരുന്ന 2 ഹോളും വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇളകി പോരാനുള്ള കാരണം. ഞാനത് പൊക്കി വെക്കാത്തത് എൻ്റെ കയ്യിൽ ടൂൾസ് ഇല്ല, ഡ്രില്ലോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ്. ഡ്രില്ലുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് 4 ഹോൾ കുറച്ച് പൊക്കി അടിച്ചാൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇത് സെറ്റായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.